ഒരു ടി വി ചാനലിൻ്റെ വാർത്ത ഉണ്ടായതായി ഒരു സഖാവ് വിളിച്ചു പറഞ്ഞു 2 മണിക്കൂർ മുമ്പ്. അവർ കാലി കസേര കാണിക്കുന്നു അത്രേ. ഇപ്പോൾ ഇവിടെ വന്നാൽ ഇവിടെയും കാണും കുറേ കാലി കസേരകൾ. 4 മണിക്കൂർ മുമ്പ് ആരംഭിച്ച യോഗമാണിത്. അപ്പോൾ വെയിലായിരുന്നു. ആ കൊടും വെയിലത്ത് ഒറ്റ കസേരയും കാലിയാകാതെ, മണ്ണിട്ടാൽ താഴേക്ക് വീഴാതെ ആയിരങ്ങൾ തടിച്ചുകൂടിയില്ല ഇവിടെ. അന്നെന്തേ ഫോട്ടോ എടുത്തില്ല? അന്നെന്തേ ഈ ക്യാമറക്കാർ വന്നില്ല? ഇപ്പോൾ 4 മണിക്കൂറിന് ശേഷം അവർ ഫോട്ടോ എടുക്കാൻ വന്നേക്കാം. ആ ഫോട്ടോ എടുത്ത് എല്ലായിടത്തും പറഞ്ഞേക്കാം LDF റാലി ജാഥ കാണാൻ സ്വീകരിക്കാൻ ആരും വന്നില്ല എന്ന്. അത് മനസാക്ഷിയെ പണയം വെച്ചവർ, സത്യം കാണാൻ കൂട്ടാക്കാത്തവർ, അവർക്ക് മാത്രം പറയാൻ കഴിയുന്ന പ്രചാരവേലയാണത്. അത്തരം പ്രചാരവേലക്കാരെല്ലാം തുടർന്നും ആ വേലയുമായി രംഗത്തുണ്ടായിരിക്കും. LDFിൻ്റെ സുനിശ്ചിതമായ വിജയം, ആ വിജയത്തെ തട്ടിമാറ്റാനായി എന്തെല്ലാം ചെയ്യുമെന്ന് വലതുപക്ഷം കാണിക്കുകയാണ്. കോൺഗ്രസും BJPയും കാണിക്കുകയാണ്. അവർക്കെല്ലാം വേണ്ടി താളം തുള്ളുന്ന ഓരോ മാധ്യമങ്ങളും കാണിച്ചേക്കാം. ഞാനിവിടെയുള്ള മാധ്യമ പ്രവർത്തകരെ പറ്റി പറയുകയല്ല. മാധ്യമങ്ങളെ നയിക്കുന്നത് ഈ പ്രവർത്തകന്മാരാരുമല്ല. നയം തീരുമാനിക്കുന്നത് ഇവരുടെ എല്ലാം ഉടമകളാണ്. അവർക്ക് തീരുമാനമുണ്ട്. ആ തീരുമാനം ഇടതുപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ മുമ്പോട്ട് പോകാനല്ല, ജനങ്ങൾ ജയിക്കാനല്ല, മറിച്ച് 10 കൊല്ലം മുമ്പ് നാം തൂത്തെറിഞ്ഞ വലതുപക്ഷാശയങ്ങൾ സമ്പന്നന്മാർക്കും പ്രമാണിമാർക്കും വർഗീയതയ്ക്കും വേണ്ടി എല്ലാം താളം ചവിട്ടിയ ആ ശക്തികളെ തിരികെ എത്തിക്കണമെന്നാണ് എല്ലാ മാധ്യമ ഉടമകളുടെയും താല്പര്യം. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരും കുറ്റക്കാരെയല്ല. അവരെല്ലാം ഉടമകളുടെ കൽപ്പന പ്രകാരം നീങ്ങാൻ നിർബന്ധിതരായിട്ടുള്ള തൊഴിലാളികളാണ്. വിമർശനം അവരെ പറ്റിയല്ല. അതുകൊണ്ട് ഇത്രയും വാർത്ത കൊടുക്കട്ടെ അവർ. പക്ഷേ ആ വാർത്തകളിൽ നിന്നുമല്ല സത്യമുള്ളത്. സത്യം ജനമനസ്സിലാണ്.